ആർക്കാ? ഏയ് വെറുതെ. എനിക്കറിയാം, നാൻസിക്കായിരിക്കും. സ്നേഹിച്ചു പോയാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? ഇവിടെ താമസിച്ചത് റോമിക്ക് ബുദ്ധിമുട്ടായല്ലേ? ഒന്നും ഒരു ബുദ്ധിമുട്ടായി എനിക്ക് തോന്നിയിട്ടില്ല. മീരയ്ക്ക് ആ തോന്നല് വേണ്ട. റോമി പറഞ്ഞതും കാര്യമാണ്. ഇനി ഊട്ടി താമസിക്കാന്ന് വെച്ചാ ഒരു പിടി ഓർമ്മകളും ദുഃഖങ്ങളുമായി മീര തിരിച്ചു പോകേണ്ടി വരുന്നു എന്നോർക്കുമ്പോഴാ. സാരല്ല റോമി, ഇന്നലെ എന്നൊന്ന് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് കരുതാനുള്ള ശ്രമത്തിലാണ് ഞാനിപ്പോൾ. നാളെ നമ്മൾ പോവല്ലേ? ഒരാഗ്രഹം കൂടി എനിക്കുണ്ട്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, എനിക്ക് അവിടെ ഒന്ന് പോണം. ഞാനും കൂടി വരാം. റോമി എന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഭയപ്പെടുന്നു അല്ലേ? റോമി പേടിക്കണ്ട, ആ മീരയുടെ മരണം എപ്പോഴോ സംഭവിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഏകാന്തമായ അന്തരീക്ഷത്തിൽ എന്തൊക്കെയോ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കാനുണ്ട്. അപ്പോഴേ മനസ്സിന്റെ എല്ലാ വിങ്ങലുകളും തീരും. ഓ അഭിരാമിയോ? ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ. இல்ல, வீட்ல சும்மா இருந்தேன். அப்படியே மாட்டுக்கு புல் அரிக்கலான்னு போனேன். ഓഹോ, ஆமா, அக்கா இல்லையா? അമ്പലത്തിൽ പോയി. കോവിലേക്ക് പോയി. ஓ, கோயிலுக்கு போயிருக்காங்களா? എന്താ അഭിരാമി? ஒண்ணுல்ல, நைட்டுக்கு என்ன பண்ணணும்? இல்ல, சாப்பாட்டுக்கு என்ன பண்ணணும்னு கேட்டேன். എന്തെങ്കിലും ഉണ്ടാക്ക്. വല്ല ചപ്പാത്തിയോ കഞ്ഞിയോ. கஞ்சியா? അത് മതി. അഭിരാമിയോ? ഉള്ളിലുണ്ട്. എന്തേ? മഴ വരുമ്പോൾ കൂട്ടിട്ട് പോലാന്ന് വന്നேன். അഭിരാമി, என்னப்பா? மழை வரும்போல் இருக்கு, வா போலாம். சரிப்பா. சாப்பாடுலாம் ஆயிடுச்சா? செஞ்சு வச்சிருக்கேன், கஞ்சியும் பயிரும். நான் கேட்கிறேன், பதில் அங்கேயா? வா போலாம். வரேன் ரோமி சார். என்ன நடக்க போதோ? ഈ മീര അമ്പലത്തിൽ പോയിട്ട് ഇനിയും വന്നില്ലല്ലോ. മീര എന്ത് പണിയാ കാണിച്ചേ? മഴ വരുന്നു കണ്ടപ്പോ വേഗം പോരായിരുന്നില്ലേ? ഇത്രയും ശക്തിയെ പെയ്യൊന്നും കരുതിയില്ല. ശരി വരും, നമുക്ക് പോവാം. മീരെ, നമുക്ക് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് അവിടെ കയറി നിൽക്കാം. വരും. വണ്ട
റോമി ഇവിടെ ഇരിക്കുക. ഞാൻ എവിടെയൊക്കെ തേടി. റോമി എന്താ വല്ലാതിരിക്കുന്നേ? ഒരു തെറ്റ് എന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഞാനൊരു കുറ്റവാളിയായിരിക്കുകയാണ്. അതിൽ ദുഃഖിക്കേണ്ടത് ഞാനല്ലേ? കാരണം നഷ്ടം എനിക്കാണല്ലോ. ചാരിത്രത്തിന്റെ കാര്യത്തിൽ സ്ത്രീയെ പോലെ തന്നെയാണ് പുരുഷൻ എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇത്രയധികം ബ്രോഡ് മൈൻഡഡ് ആയ റോമിക്ക് തെറ്റ് ശരിയാക്കാൻ ശ്രമിച്ചൂടെ? എങ്ങനെ തെറ്റ് ശരിയാവും? തെറ്റ് തെറ്റ് തന്നെയാണ്. തിരുത്താനുള്ള വഴിയിലേക്ക് റോമി നോക്കിയില്ല. നമ്മുടെ വിവാഹത്തിലൂടെ മീരെ, റോമിക്കറിയോ, കഴുത്തിലെ താലിയുടെ മണം മായും മുൻപ് മനസ്സിന്റെ താളം തെറ്റി മറ്റൊരാൾക്ക് എല്ലാം നൽകിയ പാപിയാണ് ഞാൻ. എന്റെ നാൻസിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇനി എന്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കേണ്ടത് റോമി മാത്രമാണ്. ആ റോമി എന്നെ കൈവിട്ട ഹലോ, ഞാൻ മീരയാണ്. എനിക്ക് നാൻസിയോട് നേരിട്ടൊന്ന് സംസാരിക്കണം. നാൻസി വരുമല്ലോ, ഞാൻ കാത്തിരിക്കും. ഇനി നാൻസിക്ക് തീരുമാനം എടുക്കാം. ജീവിക്കാനുള്ള എന്റെ ചെറിയൊരു ആഗ്രഹത്തിന്റെ നെടുവീർപ്പാണ് നാൻസി കേട്ടത്. എന്തു പറഞ്ഞാലും എന്റെ റോമി ഞാൻ വിട്ടുതരില്ല. നാൻസിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് നഷ്ടപ്പെടാൻ ഇനി ബാക്കിയൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിച്ച റോമിയെ ഞാൻ മറക്കണം. എനിക്ക് വേണ്ടിയെങ്കിലും അതിലും ഭേദം മരിക്കുന്നതാ. ആ തീരുമാനം ഞാൻ എടുത്തതാ. പക്ഷെ റോമി എന്നെ വിലക്കി. എന്നിട്ടൊടുവിൽ ഓഹോ, അപ്പൊ അതിന് നീ തെരഞ്ഞെടുത്ത കുറുക്ക് വഴി. നാൻസി, എന്റെ ചരിത്രത്തിനുപരിയായി നിന്നോട് വിലപേശുന്ന എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒരു ജീവിതം. എനിക്ക് റോമിയെ വിട്ടു തരണം, പ്ലീസ്. നോ, റോമിയെ മാത്രം എന്നോട് ചോദിക്കരുത്.